ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരക്കണക്ക്. നമ്മുടെ ഈ 12 ചാപ്റ്ററിലേക്കും ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ലെറ്റർ മാത്ത് അല്ലെങ്കിൽ അക്ഷരക്കണക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതുവരെയുള്ള 10 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ചാപ്റ്റർ 11ാമത്തെയാണ് ഇപ്പം നമ്മൾ പഠിക്കുന്നത്, ലെറ്റർ മാത്ത് അക്ഷരക്കണക്ക്. അപ്പോൾ ഇതിനകത്തിൽ ഒരു കൂട്ടലും കുറയ്ക്കലും എന്നാവും നിങ്ങളെ ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിനകത്തൊരു ചെറിയ കണക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എങ്ങനെയാണ് പറയുന്നത്? ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് എല്ലാവരുടെയും കയ്യിരിപ്പുണ്ടല്ലോ. എങ്ങനെയൊക്കെയാവും നിങ്ങളെ നോക്കിക്കേ. എ സിമ്പിൾ പ്രോബ്ലംസ്. ഫസ്റ്റ് ഡ്രോ എ 5 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ. നമുക്ക് വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. വേണ്ട, സ്കെയിലും പെൻസിലും എടുക്കുക. എപ്പോഴും സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുമ്പോൾ 0യിൽ വെച്ചിട്ട് വേണം കേട്ടോ. 0യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 0 to 5 ആണ്. ഇവിടെ വരെ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക കേട്ടോ. ഞാൻ ഈ പേന വെച്ച് വരയ്ക്കുന്നത് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടിയാണ്. എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ വലത്തറ്റത്ത് നിന്നും 1 സെൻറ്റിമീറ്റർ അകലെ വരയിൽ ഒരു കുത്തിടണം. ഇതിൻ്റെ വലത്തറ്റത്ത് നിന്ന് കണ്ട്, ഇവിടാണ് വലത്, ഇതാണ് ഇടത് കണ്ടോ. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നതും റൈറ്റ് ഹാൻഡ് ഇരിക്കുന്നതും ഓർത്താൽ മതി. വലതുവശവും ഇടതുവശവും. ഇത് ഇടതുവശവും ഇത് വലതുവശവും. ഈ വലതുവശത്ത് നിന്നും എന്താ 1 സെൻറ്റിമീറ്റർ അകലെ വരയിൽ ഒരു കുത്തിടണം. നമുക്ക് ഉണ്ട് 0 മുതൽ 5 വരെയാണ് 1 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ടാണേ, അങ്ങോട്ടിപ്പോൾ 1 സെൻറ്റിമീറ്റർ നമുക്ക് പറ്റില്ലല്ലോ, അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ 1 സെൻറ്റിമീറ്റർ കുത്തിടുക കേട്ടല്ലോ. എങ്ങനെയാണോ നമ്മൾ സ്കെയിൽ എങ്ങനെയാണ് വെച്ചത്? അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്കെയിൽ എങ്ങനെയാണ് വെച്ചത്? അതെ, 1 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ നിങ്ങൾ സ്കെയിൽ ഇങ്ങനെയാണോ വെച്ചത്? കണ്ടോ, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ടോ? നെക്സ്റ്റ് മാർക്ക് എ പോയിന്റ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ റൈറ്റ് എൻഡ്. ഡിഡ് യു പുട്ട് ദ സ്കെയിൽ ലൈക്ക് ദീസ്? നിങ്ങൾ എങ്ങനെ വെച്ചാൽ വരച്ചത്? സ്കെയിൽ ഇങ്ങനെ വെച്ചാണോ വരച്ചത്, അതോ സ്കെയിൽ ഇങ്ങനെ വെച്ചാണോ വരച്ചതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടല്ലോ. ഇനി മറ്റേതെങ്കിലും രീതിയിൽ സ്കെയിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റുമോ? ഇനി അതിൻ്റെ തൊട്ട് താഴെ എന്താണ്, വേറെ രീതിയിലുമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് അല്ലേ? 0യിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ എത്രയാണെന്ന് വെച്ചാൽ അത് വരയ്ക്കാൻ പറയുന്നത്. അത് അത്ര ഓക്കെ ആണോ നിങ്ങളെ? ഇനി അടുത്ത നമ്മളോട് ചോദിച്ചതെന്നറിയോ, അതായത് ഇതിൽ വലത്തറ്റത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ കുത്തിടുന്നതിന് പകരം കേട്ടോടോ നിങ്ങൾ, ഈ നമ്മളിപ്പം ഇത് മൊത്തം 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇവിടെ നിന്നും ഇവിടെ വരെ നമ്മൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കുത്തിട്ടത്. ഓർത്തോണേ, മൊത്തം 5 സെൻറ്റിമീറ്റർ വലത്ത് നിന്നും ഇടത്തോട്ട് കണ്ടോ. ഈ വലത്ത് നിന്നും ഇടത്തോട്ട് പോയപ്പോൾ ഇവിടെ മൊത്തം 1 സെൻറ്റിമീറ്റർ ആണ് കുത്തിട്ടത്. അങ്ങനെ നിങ്ങൾ കുത്തിടുന്നതിന് പകരം ഇടത്ത് നിന്ന് 4 സെൻറ്റിമീറ്റർ അകലെ ഒരു കുത്തിട്ടാൽ പോരായോന്ന്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ എടുക്കുന്നതിൽ ഭേദം എന്താണ്, ഈ 1 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഈ 4 സെൻറ്റിമീറ്റർ ഇവിടോട്ട് കുത്തിട്ടാലും മതി. പോരായോ? നമ്മളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ചെയ്തത്, ഇല്ലയോ നിങ്ങളെ? നമ്മളോട് പറഞ്ഞു ഇടത്ത് നിന്ന് ഇങ്ങോട്ട് കുത്തിട്ടാൽ, അപ്പം നമ്മൾ അവിടെ കുത്തിട്ടു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാലും എന്താ കിട്ടത്തില്ലേ? അപ്പം നോക്കിക്കേ, ഇത് മൊത്തം 5 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരും നിങ്ങളെ? ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ എത്ര? 1 സെൻറ്റിമീറ്റർ അല്ലേ? എങ്കിലല്ല 5 ആവത്തുള്ളൂ, ഇല്ലയോ? എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഇടത്തറ്റത്ത് നിന്നും അകലം വലത്തറ്റത്തു നിന്നുള്ള അകലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഈ ഇടത്തെ അറ്റത്തെ ഇവിടവും ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അവരൊരു തീറം പറയുന്നുണ്ട്. തീറമല്ല, നോക്കിയേ, 5 സെൻറ്റിമീറ്റർ മൈനസ് വലത്തറ്റത്തു നിന്നുള്ള അകലം കേട്ടോ ഈസിക്കൽ ടു ഇടത്തറ്റത്തു നിന്നുള്ള അകലം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എന്താ പറഞ്ഞത് അവർ? ഇംഗ്ലീഷ് മീഡിയം 5 സെൻറ്റിമീറ്റർ എന്താ മൈനസ് ഡിസ്റ്റൻസ് ഫ്രം ദ, ഇതൊന്നും കാണാതൊന്നും പഠിക്കണ്ട കേട്ടോ, അതാണ് ഞാൻ എഴുതാഞ്ഞത്. 5 സെൻറ്റിമീറ്റർ മൈനസ് ഡിസ്റ്റൻസ് ഫ്രം ദ എന്താ റൈറ്റ് എൻഡ്, ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. വല്ല മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഇവിടം വരെ ഇതിപ്പം 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. ഞാൻ ഒരെണ്ണോടൊന്ന് കാണിക്കാം. 0 മുതൽ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇവിടെ വരെ ഒരു വര വരച്ചു അല്ലേ? ഇനി നമുക്കെന്താ 1 സെൻറ്റിമീറ്റർ മാറ്റി ഇവിടെ ഒരു വര വരച്ചു. മനസ്സിലായോ? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും എന്നാണ് അവർ പറഞ്ഞത്. 5 സെൻറ്റിമീറ്റർ മൈനസ് എങ്ങനെ എഴുതേണ്ടത്? മൊത്തം എത്ര എഴുതിയെന്ന്? 5 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തത് ഇതല്ലേ? അതിന് നമ്മളൊരു പേര് കൊടുക്കാൻ എന്താണെന്നറിയോ? R എന്ന് പേര് കൊടുക്കണം. എന്താ നിങ്ങളെ? R എന്ന് പേര് കൊടുക്കുക. ഈസിക്കൽ ടു നമുക്ക് ലെങ്ത് കിട്ടുമെന്ന്.
മനസ്സിലായോ? ഇപ്പം മൊത്തം 5 അല്ലേ നമ്മൾ എടുത്തത്. ആ 5-ൽ നിന്നും 6 ഇപ്പം ഇവിടെ 1 സെൻറ്റിമീറ്റർ ഒന്ന് പറയാം. ഇപ്പം 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇവിടെ നമ്മൾ കുറച്ചത് എത്ര ആയിരുന്നു? 1 സെൻറ്റിമീറ്റർ ഈസിക്കൽ ടു എത്ര? 5-ൽ നിന്നും 1 പോയാൽ 4 മനസ്സിലായോ? 5-ൽ നിന്ന് 1 പോയാൽ 4 ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. 5 - R = L. അത് ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അവർ പറയുക നമ്മൾ അതിൽ നിന്നും 2 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മൾ ആദ്യത്തെ വര കഴിഞ്ഞ് അടുത്ത നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പം 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിനകത്തിൽ 2 സെൻറ്റിമീറ്റർ അതെ, മൊത്തം 5 സെൻറ്റിമീറ്റർ ആണ്. അവിടെ നിന്നാണ് ഇത് ഇവിടെ നിങ്ങോട്ട് 5 സെൻറ്റിമീറ്ററിൽ ഇടത്തു നിന്നും എത്രയാണ് നിങ്ങൾ 2 സെൻറ്റിമീറ്റർ റൈറ്റ്, 2 സെൻറ്റിമീറ്റർ അകലെയാണ് ഇടത്തറ്റം എങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ 1 സെൻറ്റിമീറ്റർ അല്ലേ നമ്മളിവിടെ കുറച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന്? 1 സെൻറ്റിമീറ്റർ ആയപ്പോൾ 5 - 1 = 4 എന്ന് എഴുതി. അപ്പം 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ 5 - ഇവിടെ എത്രയാണ്? 2 = 3. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഉദാഹരണം പറഞ്ഞേക്കോ ഇങ്ങനെയാണെന്ന്. അതായത് 5 - R = L. അതായത് ഇവിടെ നോക്കിയേ, 5 - R = L എന്ന ബന്ധത്തിൽ R എന്ന് പറയുന്നത് ഇവിടെ 2 എന്നെടുത്താൽ ഇതൊന്ന് പഠിക്കാനല്ല മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 5 - R = ലെങ്ത് അല്ലേ? R എന്നത് 2 എന്നെടുത്തപ്പോൾ ഇത് കണ്ടോ, 2 എന്നെടുത്തപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? L = നിങ്ങളെ 5 - 2 അല്ലേ? 5 എന്ന് വെച്ചാൽ മൊത്തം നീളം. മൊത്തം നീളത്തിൽ നിന്ന് നമ്മൾ 2 കുറച്ചു. അപ്പം നമുക്ക് എത്ര കിട്ടി? 3 കിട്ടിയെന്ന്. മനസ്സിലായോ? ഇപ്പം പിടി കിട്ടിയോ? 2 കൊടുത്തതുകൊണ്ട്. ഇനി നമുക്ക് ഇവിടുത്തേത് 3 ആണെങ്കിലോ? ഞാൻ പറയുക, ഇവിടെ നമുക്ക് ഒരു വര വരച്ചിട്ട് ഓർത്തോണേ, ഇവിടെ ഞാൻ 3 ആണെങ്കിൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ എഴുതും? 5 എന്ന് എഴുതുക. കാരണം മൊത്തം എത്രയാണെന്ന് എഴുതുക. അതാണ് ഈ 5 മൈനസ് ചെയ്ത് ഇവിടെ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ എത്ര വന്നു? 5 - 2 = 3 = 2 വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? L = അല്ലേ 5 - 3 = 2. ഇപ്പം പിടി കിട്ടിയോ? ഇനി നമ്മളോട് ചോദിക്കുവാണേ, ഇപ്പം ഇങ്ങനെ ചെയ്തു 6, L എന്നീ സംഖ്യകൾ 0-നും 5-നും ഇടയിലുള്ള ഏത് സംഖ്യകളും ആവാം. എന്നാൽ 5-ൽ നിന്ന് 6 എന്ന സംഖ്യ കുറച്ചാൽ L എന്ന സംഖ്യ കിട്ടണമെന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്നറിയാമോ? L + R = 5 എന്ന് എഴുതിക്കൂടായോ നിങ്ങളെ? അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം നോക്കിയേ, 5 - 3 = 2 എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 6 ആണെന്നും അറിയാം, ഇത് L ആണെന്നും നമുക്കറിയാം അല്ലേ? ഇത് ഡിസ്റ്റൻസ് മൊത്തമാണ്. അതായത് ഈ വരയെ നമ്മൾ ഡിസ്റ്റൻസ്, ഇനി ഓർത്തോണോ നിങ്ങൾ കേട്ടോ, ഈ വരയെ ദൂരം അല്ലെ ഡിസ്റ്റൻസ് D എന്ന് കൊടുത്തു. അതിൽ ഞാൻ ഇവിടുന്ന് ഇത്രയും ഭാഗം എത്രയാണ്? 6 ആണ്. 6 എന്ന് വെച്ചാൽ എത്ര? 3 മനസ്സിലായോ? ഇത് മൊത്തം എത്ര ഉണ്ട്? 5. അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതും നിങ്ങളെ എന്ന് പറഞ്ഞേ? അതായത് L + R എന്ന് വെച്ചാൽ 5. L എത്ര ഇവിടെ? L 2 അല്ലേ? 2 + 3 എന്ന് പറഞ്ഞാലും 5 അല്ലയോ? എല്ലാം കൂടെ പുകഞ്ഞു പോകുന്നുണ്ടോ? ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ്. ഈ ക്ലൂ പഠിച്ചാൽ മതി നിങ്ങളെ. ഈ വരയുടെ നീളം അല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എവിടെ കൊണ്ടാണ് മുറിക്കേണ്ടത്? അത് ആ മുറിച്ച അത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? R എന്ന് പറയുന്നത് അല്ലേ? L എന്ന് വെച്ചാലോ മൊത്തം കിട്ടുന്ന ആൻസറാണ് നമുക്ക് L കേട്ടോ, കിട്ടുന്ന ആൻസർ. ഇപ്പം പിടി കിട്ടിയോ? അപ്പം നമുക്ക് L + L എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ L കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? L + R = D. ഇവിടെ 5 എന്ന് എഴുതരുത്, D കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ, ഇതെല്ലാം ടെസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് D കാണണമെങ്കിലോ നിങ്ങളെ ഡിസ്റ്റൻസ് കാണണമെങ്കിലോ D = L + R ആണ്.
അല്ലയോ? ഡി ഈസിക്കൽ ടു എൽ പ്ലസ്, അതായത് ഇപ്പം നമ്മൾ ചെയ്ത് എൽ പ്ലസ് ആറാണ്. എന്നാൽ എല്ലാ കാണണമെങ്കിലോ എൽ ഈസിക്കൽ ടു ഡി മൈനസ് ആറാണ്. ഇനി ആറാണെങ്കിലോ ഡി മൈനസ് എല്ലാണ്. ഇത് പഠിക്കാമെങ്കിൽ, അതായത് ഇപ്പം ഇതിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക്, അതായത് ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ മാത്രം കൂട്ടുക. ഇത് പഠിക്കാവുന്നവർക്ക് എളുപ്പമാവും നിങ്ങളെ. ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താ? ഇതിൻ്റെ ദൂരം. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് 10 സെൻറ്റിമീറ്റർ നീളമാണ്. മനസ്സിലായോ? ഞാൻ ഇവിടുന്ന് ഇത്രയും ഭാഗം എന്താ, ഇതിനെ നമ്മളെന്താ 6 എന്ന് പിടിച്ചു. ഇത് എന്താ ഡിസ്റ്റൻസ് അല്ലേ, ദൂരമാണ്, ഡിസ്റ്റൻസാണ്. ഇതിനെ നമ്മളെന്താ എൽ എന്നും പറയുക ആണല്ലോ. ഇത് ഡിസ്റ്റൻസ്. അപ്പോൾ എൽ എത്ര, ഇവിടെ നമുക്ക് എത്ര വരും? ഇവിടെ ഞാൻ 3 എന്ന് വിചാരിച്ചു, 3 സെൻറ്റിമീറ്റർ 6 എഴുതിയെന്ന് വെച്ചോ. എൽ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പം ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്യണ്ട, ഞാനങ്ങ് കാണിച്ചത് ഇത് ഓരോന്നും എന്തുവാന്ന്. എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, എത്ര ആണോ നമുക്ക് മൈനസ് ചെയ്യാനുള്ളത് അതിനെ 6 എന്ന് കൊടുക്കുക. ഇനി ബാക്കി എത്ര ഉണ്ടോ അതിനെ എല്ലെന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇനി മൊത്തം എത്ര ഉണ്ടോ അതിനെ ഡിസ്റ്റൻസ് എന്ന് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഡി കാണാൻ പറ്റുമല്ലോ. ഡി എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് 6 ആണ്. എൽ എത്രയാണ്? ഇവിടെ 7 ആണ്. 6 ഇവിടെ എത്രയാണ്? 6 3 ആണ്. അപ്പോൾ എത്ര? 10 കിട്ടി, ഡി കിട്ടി. അടുത്ത എല്ല് കാണണമെന്നുണ്ടെങ്കിൽ എൽ എത്രയാണ്? ഇവിടെ 7 ആണ്. 6 എത്ര? ഇവിടെ എല്ല് കാണുമെങ്കിൽ ഡി മൈനസ് 6 ആണ്. ഈ ഇക്വേഷൻ എഴുതി ചെയ്യാമെങ്കിൽ 6 ആണ്. ഡി എത്ര നിങ്ങളിവിടെ? ഡി എന്ന് വെച്ചാൽ 10 ആണ് അല്ലേ. 6 എത്ര? ഇവിടെ 3 ആണ്. 10 മൈനസ് 3 7 ആണ്. കണ്ടോ? എല്ല് 7 കിട്ടി. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കണമെങ്കിൽ ഡി മൈനസ് എല്ലാണ്. ഡി എത്ര? ഇവിടെ 10 ആണ്. എൽ എത്ര? ഇവിടെ 7 ആണ്. 10 നിന്ന് 7 പോയാൽ 3. കണ്ടോ? ഇതറിയാം. ഇത് എളുപ്പമല്ലേ? ഇത് ഞാൻ കുറച്ചുകൂടി എളുപ്പ വഴിയിൽ ഞാൻ ആലോചിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് ഡിസ്റ്റൻസ്. ആദ്യമായിട്ട് ചിലപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇതായിട്ട് നോക്കി. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു വരയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഇതാണ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിച്ചോണം കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ മൊത്തം ദൂരം. അപ്പം നമുക്ക് 15 തരുന്നതെങ്കിൽ കേട്ടോ, ഇവിടെ 15 തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഇവിടുത്തെ 6 കുഞ്ഞ് 6 സ്മാൾ ലെറ്റർ 6 ഞാൻ പറയുക. ഇവിടെ 5 ഉണ്ടെന്ന് പറയുക. സ്മാൾ 6 6 ഈസിക്കൽ ടു 5 തന്നു. ഡിസ്റ്റൻസ് ഈസിക്കൽ ടു 15 തന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൽ എത്രയാണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എല്ല് കാണാൻ നമുക്ക് പഠിച്ചു അല്ലേ. എല്ല് കാണുന്നതിൻ്റെ ഇക്വേഷൻ എന്താ എഴുതി വെച്ചേക്കുന്നത്? എന്താ? എൽ ഈസിക്കൽ ടു ഡി മൈനസ് 6 ആണ് അല്ലേ. ഡി മൈനസ് 6. ഡി എത്ര നിങ്ങളിവിടെ? 15 അല്ലേ. 6 എത്ര? 5. അപ്പം ഡി എത്ര വരുന്നത്? 15 നിന്ന് 5 പോയാൽ 10 അല്ലേ. 10ഉം 5ഉം അല്ലേ 15. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അടിക്കുന്നവർക്ക് ഡി ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ വരയുടെ ഫുൾ നീളമാണ്. ഓരോ സാറുമാരും ഓരോ രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി കേട്ടോ. കാരണം ഈ ഫസ്റ്റ് 2-3 പേജ് ഇതിനെക്കുറിച്ച് ഒത്തിരിയും പറയുന്നുണ്ട്. പെട്ടെന്ന് അത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാനൊരു എളുപ്പവഴി പറഞ്ഞതാണ്. ഈ വലിയ വര സ്കെയിലിൽ നമ്മൾ വരയ്ക്കുന്നതിനെയാണ് ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത്. ഈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലും ഈ 6ഉം കൂടി കൂട്ടുന്നതാണ് കേട്ടോ. കൂട്ടാൻ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കൂട്ടാൻ. എല്ലും 6ഉം കുറച്ചാൽ മതി. എല്ലും 6ഉം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് കാണണമെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എല്ല് കിട്ടും. ഇനി 6 ആണെങ്കിലോ ഈ ഡിസ്റ്റൻസിൽ നിന്ന് എല്ല് കുറച്ചാൽ നമുക്ക് എന്താ 6 കിട്ടും. ഇതറിയാവുന്നവർക്ക് എളുപ്പമാണ്. അതിന് ഒരു ക്ലൂം കൂടെ പഠിച്ചോ. ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കൂട്ടുന്നത്. എല്ലും 6ഉം കുറയ്ക്കുക. ഓക്കെ ആണോ? നമുക്ക് വേറെ മോഡൽ പഠിക്കാം. ഇനി അവർ പറയുന്നത് നാളെ ഞാൻ ഈ ടെസ്റ്റിൽ തന്നെ അങ്ങ് പറഞ്ഞിരിക്കാം. നോക്കുഞ്ഞില്ല, മറ്റൊരു കണക്ക് നോക്കാം. ഇതുവരെ നമ്മൾ വരയല്ലേ പഠിച്ചത്. നമ്മൾ പറഞ്ഞു ഈ വര അല്ലേ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ഡിസ്റ്റൻസ് ആണ്. ഈ വരയ്ക്ക് ഡിസ്റ്റൻസ് കേട്ടോ. ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് പറഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ നമുക്ക് എത്രയാണോ നമുക്കിവിടെ മൈനസ് ചെയ്യാൻ അല്ലെ പോയിന്റ് തരുന്നത് അതിനെ നമുക്ക് സ്മാൾ ലെറ്റർ 6 എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് എത്രയാണോ അതിനെ നമുക്ക് എൽ എന്നും കൊടുക്കാം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആ മുമ്പ് ചെയ്ത ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ എപ്പോഴും എല്ലും 6ഉം കൂടെ കൂട്ടണം.
ഇനി 6 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിയിൽ നിന്ന് എല്ല് കുറയ്ക്കണം, മറ്റേത് കേട്ടോ കുറയ്ക്കുവാണേ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൂട്ടത്തുള്ളൂ. അപ്പോൾ വര വെച്ച് ചെയ്യുന്നതിൽ അത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ ഇവിടെ നോക്കിയോ നിങ്ങളെ, മറ്റൊരു കണക്ക് നോക്കാം. ഇതൊരു പോളിഗണ്ണ. എന്താ ഈ പോളിഗണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പോളിഗണ്ണ് ഈ ലൈൻ സെഗ്മെൻറ്റുകളുണ്ടല്ലോ നിങ്ങളെ, ലൈൻ സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് താണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതിനെ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് വരയുന്നതിനെ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ്. ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റുകൾ കൂടിച്ചേർന്ന് നോക്കിയേ, ഇതിപ്പോൾ ഇവിടെ നിന്നും ഇവിടോട്ട് വന്നു, ഒരു ഗ്യാപ്പും ഇല്ല, ലൈനാണ്, ലൈൻ സെഗ്മെൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു പോളിഗണ്ണാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? തുറന്നിരിക്കുന്ന ഒരിക്കലും പോളിഗണ്ണാവത്തില്ല, അടഞ്ഞു തന്നെ ഇരിക്കണം. നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു പോളിഗണ്ണായി. കാരണം എന്താ? ലൈനുണ്ട്, ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്, ലൈനല്ല ലൈൻ സെഗ്മെൻറ്റ്, 2 പോയിന്റുകൾ തങ്ങളിൽ ജോയിൻ ചെയ്ത് അടുത്ത് ലൈൻ സെഗ്മെൻറ്റ്. ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റുകൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ ലൈൻ, ഒരിക്കലും കർവ് ഒന്നും വരാൻ പറ്റത്തില്ല, നേരെ ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ നമ്മളെന്താ പോളിഗൺ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബഹുഭുജങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. പൊതുവേ ബഹുഭുജങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിടികിട്ടിയോ എന്താണ് ഈ പോളിഗൺ എന്ന് വെച്ചാൽ? മനസ്സിലായോ? ഇപ്പം നമ്മൾ പറയാം ഇത് ബഹുഭുജമാണോ അല്ലെ പോളിഗണ്ണാണോ എന്ന് ചോദിച്ചാണോ? അല്ല. എന്താ ഇത് കണ്ടേ, വളഞ്ഞ് ഒന്നുമല്ല. എപ്പോഴും എന്താ ലൈൻ സെഗ്മെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് മറ്റൊരു പോയിന്റ് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, തീർന്നു. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയുക, അപ്പം 0 മുതൽ 2 വരെ അങ്ങനെ വന്ന് നിൽക്കുന്നെങ്കിലേ എന്താ അതൊരു ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയാൻ പറ്റൂ. ഇനി ഇതൊരു പോളിഗണ്ണാണോ? അല്ല. ഇനി അതിൽ നമ്മൾ എങ്ങോട്ടേലും അതേ തൊട്ട് വരയ്ക്കുക. ഇത് നോക്കിയാൽ ഇതൊരു പോളിഗണ്ണാണോ? അല്ല, ഇതൊരു ആംഗിളാണ് അല്ലേ? ഇതൊരു ആംഗിളാണ്. എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും പോകുന്ന വരയ്ക്ക് നമ്മൾ ഓർമ്മയുണ്ടോ, റേ എന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട്. റേ എന്ന് വെച്ചാൽ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ പോയാൽ ഇത് പോളിഗണ്ണാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. ബഹുഭുജമാണോ? അല്ല. കാരണം എന്താ? അത് എവിടെയെങ്കിലും ഇനി നമ്മളവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോവുക, കണ്ടോ, ഇനി ഇങ്ങോട്ട് വരിക, കണ്ടോ, ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റുകൾ ഇങ്ങനെ ഓരോ പോയിന്റ് കണ്ട് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? മറ്റൊരു കണക്കും നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചതുർഭുജം 4 വശങ്ങളുള്ളത് കൊണ്ടാണ് അതിന് എന്ത് പേര് കൊടുത്തത്? ചതുർഭുജം എന്ന് പേര് കൊടുത്തത്. പഠിച്ചു വെച്ചോണേ നിങ്ങളെ. എത്ര വശങ്ങളുണ്ട് അവിടെ? 4 അല്ലേ? ക്വാഡ്രിലേറ്ററൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചതുർഭുജം കണ്ടോ, ക്വാഡ്രിലേറ്ററൽ ചതുർഭുജം കേട്ടോ. ഇഫ് വി ഡ്രോ എ ലൈൻ ഫ്രം വൺ കോർണർ ടു ദ ഓപ്പോസിറ്റ് കോർണർ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻറ്റു 2 ട്രയാങ്കിൾ. എല്ലാം മനസ്സിലായോ? ഒരു ക്വാഡ്രിലേറ്റർ, ഇതൊരു ക്വാഡ്രിലേറ്ററാണ് തന്നേക്കുന്നത്. സംശയമുണ്ടോ? ഒരു ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ എന്താ? 4 വശങ്ങളുള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ എല്ലാം നോക്കിയോ നിങ്ങൾ, ഈ ഒരു കോർണർ നോക്കിയേ, ഇതിൽ നിന്നല്ല ഇതിൽ നിന്നേ ഇങ്ങനെ പോയേക്കുന്നത് കണ്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്നും അതിൻ്റെ തൊട്ട് താഴത്തെ പടം നിങ്ങൾ കണ്ടോ, അതായത് ഒരു ചതുർഭുജമാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനസ്സിലാക്കണേ, ഒരു മൂലയിൽ നിന്നും എതിർ മൂലയിലേക്ക് വരച്ചാൽ ഇതിനെ 2 ത്രികോണങ്ങളാക്കാവുന്നതാണ് അല്ലേ? ട്രയാങ്കിൾ ആക്കാം അല്ലേ? അതിൻ്റെ തൊട്ട് താഴെ വരച്ചേക്കുന്നത് ഇതൊരു ക്വാഡ്രിലേറ്ററൽ ചതുർഭുജമാണ്. ഇതിൻ്റെ ഒരു മൂലയിൽ നിന്ന് നോക്കൂ നിങ്ങൾ, ഏതാണ്ട് ഇങ്ങനെ ഒരു വര, ഒറ്റ ഒരെണ്ണേ വരച്ചപ്പോൾ ഇവിടെ എന്തുമായി? ഇവിടെ ഒരെണ്ണമായി, ഇവിടെ ഒരെണ്ണമായി, അങ്ങനെ 2 ട്രൈ ആംഗിൾ അവിടെ. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ത്രികോണം അവിടെ ഉണ്ടായി. വല്ലതും പിടികിട്ടിയോ? ഇവിടെ എന്താണ്? ഒരു ക്വാഡ്രിലേറ്റർ. ഇനി അങ്ങോട്ട് അതിൻ്റെയൊക്കെ ചോദ്യമുണ്ട്. ഒരു ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ ചതുർഭുജത്തിൽ ഒറ്റ വരേ വരച്ചുള്ളൂ. നോക്കിയേ, ഒറ്റ വര അല്ലേ? എതിർ മൂലയിലേക്ക്, ഒരു മൂലയിൽ നിന്നും അതിൻ്റെ എതിർ മൂലയിലേക്ക് ഒരു വരേ വരച്ചുള്ളൂ. അപ്പോൾ എന്താ? ഇവിടെ 2 ത്രികോണം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ 5 സൈഡ്? 5 സൈഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? പെൻഡഗൺ. എന്താ പറയുക നിങ്ങളെ? പെൻഡഗൺ എന്ന് പറയാം കേട്ടോ. അറിയാവോ സൈഡുകളുടെയൊക്കെ? ട്രയാങ്കിള് അല്ലേ? 3 സൈഡുള്ളത് ട്രയാങ്കിള്, 4 സൈഡുള്ളതിനെ ക്വാഡ്രിലേറ്റർ, 5 സൈഡുള്ളതിനെ പെൻഡഗൺ, 6 സൈഡുള്ളതിനെ ഹെക്സഗൺ, 7 സൈഡുള്ളതിനെ ഹെപ്റ്റഗൺ, 8 സൈഡുള്ളതിനെ ഒക്ടഗൺ, 9 സൈഡുള്ളതിനെ നൊനഗൺ, 10 സൈഡുള്ളതിനെ ഡെക്കഗൺ. ഇപ്പോൾ 11ഉം 12ഉം ഒക്കെ പുതിയ ടെസ്റ്റുകളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് 5 സൈഡാണ്. 5 സൈഡുള്ളതിൻ്റെ പേരെന്താ? പെൻഡഗൺ അല്ലേ? പെൻഡഗൺ. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എന്താ അവർ പറഞ്ഞത്? 4 സൈഡുള്ളതിന് അല്ലേ നമ്മൾ ഒരു വര കൊടുത്തപ്പോൾ 2 ട്രയാങ്കിൾ അവിടെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ അവർ പറയുക 5 സൈഡുള്ളതാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ
നോക്കിയേ, ഫ്രം ദ കോർണർ വി ക്യാൻ ഡ്രോ വിത്ത് ദ സ്പ്ലിറ്റ് ഇൻ ടു 3 ട്രയാങ്കിൾ. 5 എണ്ണം ഉണ്ടെങ്കിൽ അതിലെത്ര 2 ട്രയാങ്കിൾ അതിനകത്തിൽ 2 വര വരച്ചാൽ കോർണറിൽ നിന്നും എതിർ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ വരച്ചാൽ അവിടെ എത്ര ഉണ്ടോ 5 സൈഡ്. ഇവിടെ നോക്കിയേ, സൈഡ് 4 അല്ലേ, ഒരു വര, ലൈൻ എത്ര കൊടുത്തു, ഒരു ലൈൻ കൊടുത്തു. അപ്പം നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നോക്കൂ നിങ്ങളെ, 5 സൈഡുകൾ അല്ലേ, ലൈൻ എത്ര കൊടുത്തു, 2 വര കൊടുത്തു അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി, 3 ട്രയാങ്കിൾ കിട്ടി. ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ? 3. അടുത്തത് നോക്കിയേ, എത്ര വശം ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ 6 വന്നാൽ ഹെക്സഗൺ അല്ലേ. ഇതിൻ്റെ ഒരു എളുപ്പവഴി ഞാൻ പറയാം. 6 അപ്പം എന്താ നോക്കിയേ, അതിൻ്റെ ഒരു കോർണറിൽ നിന്നും വേറൊരു കോർണറിലോട്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളായേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. 2 ട്രയാങ്കിളായേ, ഇവിടെ നിന്നും ഇങ്ങോട്ട്. 3 ട്രയാങ്കിളായേ. കണ്ടോ? ഇതിനൊരു എളുപ്പവഴി ഞാൻ പറയട്ടെ നിങ്ങളെ. ഒരു ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ത്രികോണം. ത്രികോണങ്ങൾക്ക് എത്ര വശമുണ്ട്? 3. ഇപ്പം 7 വശങ്ങളും 8 വശങ്ങളും ഒക്കെയുള്ള രൂപങ്ങൾ വരച്ച് മൂലയിലൂടെ അകത്ത് വരകൾ വരച്ച് ത്രികോണങ്ങളാക്കി ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ചുവടെ കാണിക്കാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇപ്പം ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോണേ, ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തോണം. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിന് എത്ര സൈഡുകളുണ്ട്? സൈഡ് എത്ര ഉണ്ടോ നിങ്ങളെ? 3 സൈഡുണ്ട് അല്ലേ. സൈഡ് എത്ര? 3 വശം. ഇവിടെ നമ്മളോട് പറഞ്ഞ എന്താ? 4 വശം. 4 വശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ എന്താ, ഇപ്പോൾ ഒരു ഈ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളോ സ്ക്വയറോ എന്ത് വേണമെങ്കിലും പറയാം. ക്വാഡ്രിലേറ്റർ 4 വശങ്ങളുള്ള എല്ലാത്തിനെയും ക്വാഡ്രിലേറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ സ്ക്വയർ, റെക്റ്റാങ്കിള്, റോംബസ് അല്ലേ, പാരലോഗ്രാം, കൈറ്റ്, ഇതിനെല്ലാം 4 വശമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ നോക്കിയേ, കോർണർ ടു കോർണർ ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ നോക്കിയേ എത്ര വര വരച്ചു എന്ന, എത്ര ലൈൻ നമ്മൾ കൊടുത്തു നോക്കിയേ, ഒറ്റ വര. ഇവിടെ ഒരെണ്ണേ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2 ട്രയാങ്കിൾ കിട്ടി. മനസ്സിലാക്കണേ, ഒറ്റ വരെ നമ്മൾ വരച്ചുള്ളൂ. അതുപോലെ തന്നെ പെൻഡഗണിന് എന്താ എളുപ്പവഴി? എന്നുണ്ട് ഇങ്ങനെ വരച്ചാലും പെൻഡഗൺ അല്ലേ, പെൻഡഗൺ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. കണ്ടോ? അപ്പോൾ എത്ര ആയി നിങ്ങളെ? നോക്കിക്കേ, 5 എണ്ണമായിരുന്നു. അതിനകത്ത് നമ്മൾ എത്ര ലൈൻ കൊടുത്തു? 1, 2. നോക്കിയേ, 2 ലൈൻ കൊടുത്തപ്പോൾ അവിടെ 1, 2, 3 ട്രയാങ്കിൾ വന്നു. അങ്ങനെയാണെങ്കിൽ 6 എണ്ണം ഹെക്സഗൺ ആകുമ്പോൾ ഇങ്ങനെ ഹെക്സഗൺ ആയില്ലേ? 1, 2, 3, 4, 5, 6. ഓക്കെ. എന്നിട്ടാണ്ട് അവിടുന്ന് ഇങ്ങോട്ട് 1, 2, ഇവിടുന്ന് ഇങ്ങോട്ട് 3, ഇവിടുന്ന് ഇങ്ങോട്ട് 4 കേട്ടോ. 4 എണ്ണം വരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലേ ഹെക്സഗണ് വരച്ച് കാണിക്കണോ കുഞ്ഞുങ്ങളെ? ഞാൻ വരച്ച് കാണിക്കും കുഞ്ഞുങ്ങളെ. ഇത് ക്വാഡ്രിലേറ്ററാണ്. ക്വാഡ്രിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡ് കേട്ടോ. 4 സൈഡ് ഉള്ളതിന് നമ്മൾ എത്ര ലൈൻ കൊടുത്തു? ഒറ്റ ലൈൻ എത്ര? ഒരു ലൈനേ വരച്ചുള്ളൂ. അപ്പോൾ എത്ര എണ്ണാണ്? 2 ട്രയാങ്കിൾ അവിടെ ഉണ്ടായി. 2 ട്രയാങ്കിൾ അവിടെ ഉണ്ടായി. ഇവിടെ നോക്കിയേ, 5 സൈഡ്, 5 സൈഡുണ്ട്. 5 സൈഡുള്ളതിനകത്ത് നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? 4 സൈഡാണെങ്കിൽ 1, 5 സൈഡാണെങ്കിൽ 2 കേട്ടോ. അപ്പോൾ അവിടെ എത്ര? 3 ട്രയാങ്കിൾ കേട്ടോ. 2 വരെയാണെങ്കിൽ അവിടെ 3 ട്രയാങ്കിൾ പറ്റും കേട്ടല്ലോ. ഇവിടെ ഇനി 5 സൈഡ് 2 ആണെങ്കിൽ 6 സൈഡ് എത്ര എണ്ണം പറ്റും? 3 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാ? 1, 2, 3, 4 ട്രയാങ്കിൾ അവിടെ പറ്റും. മനസ്സിലായോ? 4 ത്രികോണം പറ്റും. ഇനി നമ്മുടെ ടെസ്റ്റ് ഇത് ഞാൻ വരച്ച് കാണിച്ചത് കേട്ടോ. അതായത് നമ്മുടെ ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 7 വന്നു കഴിഞ്ഞാൽ എളുപ്പമാവും നിങ്ങളെ. അതായത് ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശമാണ്. നിങ്ങൾ ഇനി ഇങ്ങനെ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വശങ്ങൾ എത്ര ഉണ്ടെന്ന് 7 ഉണ്ടല്ലോ, അതിൽ നിന്ന് 3 അങ്ങ് കുറച്ചാൽ മതി. എത്ര നിങ്ങളെ? അതിൽ നിന്നും 3. ഈ 3 വന്ന എന്തുവാ? ത്രികോണത്തിൻ്റെ ഈ 3 വശങ്ങളുണ്ടല്ലോ, 1, 2, 3. ആ 3 കുറയ്ക്കുമ്പോൾ അപ്പോൾ 7ൽ നിന്ന് 3 പോയാൽ എത്ര? 4 ആണ്. 8ൽ നിന്ന് 3 പോയാൽ എത്ര? 5 ആണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ലൈൻ എത്ര ആണോ അതിൻ്റെ ഒരെണ്ണം കൂടെ കൂട്ടി ട്രയാങ്കിൾ പറയുക. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇപ്പം സൈഡ് ഒരു 20 ആണെങ്കിൽ ഓർത്തോണേ, ഇത് വെച്ച് നിങ്ങൾ പറയണേ, സൈഡ് 20 ആണെങ്കിൽ ലൈൻ എത്ര എണ്ണം കൊടുക്കണം കുഞ്ഞുങ്ങളെ? അതിൽ നിന്ന് അങ്ങ് 3 കുറച്ചാൽ മതി. 20ൽ നിന്ന് 3 പോയാൽ എത്ര? 17 അല്ലേ. 20ൽ നിന്ന് 3 പോയാൽ 17. ഈ 17ൻ്റെ ഒന്നുകൂടെ കൂട്ടിയാൽ 18 ട്രയാങ്കിൾ. മനസ്സിലായോ?
ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 5, 5ൽ നിന്ന് 3 കുറച്ചപ്പോൾ എത്ര? 2, 2ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 3. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. അതായത് സൈഡ് എത്ര ഉണ്ടോ അതിൽ നിന്നും 3 അങ്ങ് കുറച്ചാൽ നമുക്ക് ലൈൻ്റെ എണ്ണം അറിയാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ച ലൈനല്ല കേട്ടോ, ഇതാണ് ഈ ലൈൻ. അപ്പം അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടും. ഇപ്പം പിടി കിട്ടിയോ? ഇപ്പോൾ പറയാം 100 വശങ്ങളുണ്ട്. അങ്ങ് ഇച്ചിരി കയറി ഇരിക്കട്ടെ അല്ലേ. മൊത്തം സൈഡ് എത്ര ഉണ്ട്? സൈഡ്സ് നമ്മളോട് പറയാം 100 സൈഡ്സ് ഉണ്ട്. പറ, ലൈൻസ് വിത്തിൻ എത്ര ലൈൻസ് അതിനകത്തിൽ വരുമെന്ന്, അകത്തെ വരകൾ എത്ര വരുമെന്ന് പറ. ചത്തി ഇല്ലയോ? 3 കുറച്ചാൽ മതി. അതെ, ആരാണ്ടൊക്കെ പറയുന്നുണ്ട് 3 കുറച്ചാൽ മതി. എത്ര കുഞ്ഞുങ്ങളെ? 97 അല്ലേ. 100ൽ നിന്ന് 3 കുറച്ചാൽ 97. അപ്പോൾ എത്ര ട്രയാങ്കിൾ അതിൽ വരും? ഒന്നുകൂടെ കൂട്ടിയാൽ മതി, 98. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? കിടുക്കാച്ചിയല്ലേ? ഇതങ്ങ് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം 250 വശങ്ങളുള്ളത്, ഒട്ടും കുറയ്ക്കണ്ട, 250 വശങ്ങളാണെങ്കിൽ അതിൽ എത്ര ലൈൻസ് വിത്തിൻ, അകത്തെ വരകൾ എത്ര എണ്ണം വരും? ഇതിൽ നിന്ന് 3 കുറച്ചാൽ മതി നിങ്ങൾ. എത്ര? 247. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി, ട്രയാങ്കിൾ 248. മനസ്സിലായോ? അങ്ങനെ 9 ആണെങ്കിൽ എത്ര ആയിരിക്കും? 9. ഇവിടെ 9 ആണെങ്കിൽ 9ൽ നിന്ന് 3 പോയാൽ 6, 6ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 7. മനസ്സിലായോ? ഇവിടോ ഇതൊക്കെ എഴുതിയോ? 7ൽ നിന്ന് 3 പോയാൽ 4, അപ്പോൾ ഇവിടെ 5 അല്ലേ. 8ൽ നിന്ന് 3 പോയാൽ 5, 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6. ഇങ്ങനെ ഓരോന്ന് കൂടി വരും. നമ്മളെടുത്ത് ചിലപ്പം ഇത് ഇങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ഇപ്പം സൈഡ്സ് 15 അല്ലേ, വശങ്ങൾ 15 കേട്ടോ. അങ്ങനെയാണെങ്കിൽ അകത്തെ കോണുകൾ എത്രയാണ്? അല്ലെ, അകത്തെ വരകൾ, കോണല്ല, അകത്തെ വരകൾ ലൈൻസ് വിത്തിൻ എത്രയാണ്? അവിടെ എത്ര ത്രികോണങ്ങൾ, എത്ര ട്രയാങ്കിൾ വരുമെന്ന്. അപ്പോൾ ഇപ്പോൾ പഠിച്ചോ നിങ്ങൾ? എളുപ്പമല്ലേ? നമ്മളോട് എത്ര സൈഡുണ്ടോ ആ സൈഡിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് അകത്തെ വര കിട്ടും. 3 കുറച്ചാൽ അകത്തെ വരകൾ നമുക്ക് കിട്ടും. ആ കുറച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ ട്രയാങ്കിളും കിട്ടും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സർസൈസ് ചെയ്തിട്ട്, എന്തായാലും ഇത്രയായില്ലയോ, ഒരു എക്സർസൈസ് കൂടെ ചെയ്തിട്ട് നമുക്ക് പോവാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ദ പിക്ചേഴ്സ് ബിലോ ഷോ എ ലൈൻ ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ അനദർ ലൈൻ. ഇവിടെ നോക്കിയേ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇൻ വാട്ട് ഓൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് മാർക്ക്ഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദ ടോപ്പ് ലൈൻസ് if we denote the measure of the angle of the left by L and the measures of the, നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഇൻ വിച്ച്, ഒന്നാമത്തെ നോക്കി നിങ്ങൾ, ഇവിടെ ഒന്നാമത്തെ, ഇൻ വിച്ച് ആൾവേസ് ക്യാൻ വി സേ ദ റിലേഷൻസ് ബിറ്റ്വീൻ ദ ആംഗിൾസ് മാർക്ക്ഡ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്സ് ഓൺ ദ ടോപ്പ് ലൈൻസ്. അതായത് ഇവിടെ ചിത്രത്തിൽ ചരിഞ്ഞ വര എന്ന് വെച്ചാൽ ഇതൊന്നാമത്തെ എടുത്തേ. ഈ ചരിഞ്ഞ വരയുടെ ഇടതും വലതും കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് ആദ്യത്തെ ചോദ്യം. ഇതാ നിങ്ങളെ ഇത് നേരെ ഇരിക്കുക അല്ലേ, ഇത് നോക്കിയാ, ഇത് ചരിഞ്ഞിരിക്കുക, ഇതും ചരിഞ്ഞിരിക്കുക. ഈ ചിത്രത്തിൽ ചരിഞ്ഞ വരയുടെ ഇടതും വലതും, ചരിഞ്ഞ വര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടത്തെ വശം, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്, ഇടത്തും വലത്തും, ഈ കോണുകൾ, ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ഒരു കോണുണ്ട്, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം നമുക്ക് ഒന്നാമത്തെ എഴുതാം. ചോദ്യം ഇനി എഴുതണോ? 1 നമ്പർ ഇട്ടിട്ട് അങ്ങ് എഴുതട്ടെ. പേജ് നമ്പർ എത്രയായിരുന്നു? 165ൻ്റെ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ. ക്വസ്റ്റ്യൻ ഇനി പറയണോ നിങ്ങളെ? അറിയത്തില്ലേ എന്താണ്? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രം ഞാൻ നമുക്കിതാണ് ചിത്രം. ഈ ചിത്രം നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു ചിത്രത്തിൽ ചരിഞ്ഞ വരയുടെ ഇടത്തും വലത്തും കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തുവാണെന്നറിയോ? ഇവിടെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ഒക്കെ? അതായത് 2 ആംഗിളുകൾ തമ്മിൽ ചേരുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾ കേട്ടോ, കോംപ്ലിമെൻ്ററിയും സപ്ലിമെൻ്ററി എന്നൊക്കെ പറയും. അതേപോലെ ഇത് 2 എണ്ണം തമ്മിൽ കൂട്ടുമ്പം 90 ഡിഗ്രി ആണെങ്കിൽ അത് കോംപ്ലിമെൻ്ററി ആംഗിൾ എന്നും പറയും കേട്ടോ. കോംപ്ലിമെൻ്ററിയും സപ്ലിമെൻ്ററിയും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? കേട്ടോ, നിങ്ങൾക്കില്ല, സപ്ലിമെൻ്ററി ഓർത്തോണം കേട്ടോ. അതല്ലെങ്കിൽ നീ സപ്ലിമെൻ്ററി കേട്ടിട്ടില്ലെങ്കിൽ തന്നെ ലീനിയർ പെയർ കേട്ടിട്ടുണ്ടോ? രേഖീയ ജോഡി ഉണ്ടോ? ലീനിയർ പെയർ. അതായത് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് ചിത്രത്തിൽ ചരിഞ്ഞ വരയുടെ ഇടതും വലതും കോണുകൾ തമ്മിൽ ബന്ധം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇത്രയും പറഞ്ഞാൽ മതി. എന്താണെന്നറിയോ? ഒന്നാമത്തെ ഇടതും ഞാൻ എഴുതിയിട്ട് കാണിക്കും. നോക്കൂ നിങ്ങളെ, ഇടതും വലതും കോണുകളുടെ തുക എപ്പോഴും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തുമായിരിക്കും? തുക എന്ന് വെച്ചാൽ കൂട്ടിയത് അല്ലേ? സം ഓഫ് ദ ആംഗിൾ ഈസിക്കൽ ടു 180. അത്രയും മാത്രം എഴുതിയാൽ മതി. എന്തുവെന്ന് മനസ്സിലായോ? നോക്കൂ നിങ്ങളെ, ഇത് നമ്മൾ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചതാ അല്ലേ? ഓർമ്മയുണ്ടോ? ഇത് തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ. ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഞാനൊരു അളവ് കൊടുക്കുക, 60 ഡിഗ്രി എന്ന് ഞാൻ വെറുതെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെഷർ എത്രയായിരിക്കും? എത്ര? 180യിൽ നിന്നും ഈ 180 മറക്കല്ലേ നിങ്ങളെ, 180യിൽ നിന്നും 60 കുറച്ചാൽ 120 ആയിരിക്കും കേട്ടോ. എത്ര? ഇവിടുത്തെ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഇതിനെ നമ്മളെന്താ, ഇടതും വലതും കോണുകളുടെ തുക രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയോ ആയിക്കോട്ടെ കേട്ടോ. നീ അവരിനോടെ കാണിക്കാം, എന്നിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. ഇവിടെ ഞാൻ പറയുക, ഇവിടെ 140 ഡിഗ്രി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇങ്ങനൊരു ചോദ്യം, ഒരു വരയെ മറ്റൊരു വര വന്നതാണ് ഇങ്ങനെ മുട്ടുക കണ്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈനാവും നിങ്ങളെ. ഇത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ എത്ര? സ്ട്രെയിറ്റ് ലൈൻ എന്ന് കേൾക്കുമ്പോഴേ അത് 180 ഡിഗ്രിയാണ്. നമ്മുടെ പൊട്രാക്ടറൊക്കെ കണ്ടിട്ടില്ലേ സ്ട്രെയിറ്റ്? ഇത് നിങ്ങൾ നോക്കിയാൽ ഈ പൊട്രാക്ടർ കണ്ടില്ലേ? പൊട്രാക്ടർ ഇനി അതെന്തോന്നറിയോ? കോമ്പസിനകത്തുള്ള പൊട്രാക്ടർ അത് 180 ഡിഗ്രി കേട്ടോ. 180 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈന് 180. ആ പൊട്രാക്ടർ എന്നൊക്കെ പറയാമെന്ന് ഞാൻ ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരച്ച് കാണിച്ചത്, ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 180 സ്ട്രെയിറ്റ് ലൈൻ 180 ആണെന്ന് ഓർത്തോണം. ഈ ക്ലൂ പഠിച്ചോണേ പൊട്രാക്ടറെ ഓർത്താൽ മതി. അടി ഇത് 140 ആണെങ്കിൽ ഇപ്പോൾ ഇത് എത്ര ആയിരിക്കും? 40. കാരണം ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം കേട്ടോ. സപ്ലിമെൻ്ററി ആംഗിൾ, രണ്ട് ആംഗിളുകളുടെ തുക എന്ത് വരണം? 180. സപ്ലിമെൻ്ററി ആംഗിൾ കേട്ടോ. ഇടത്തും വലത്തും കോണുകളുടെ തുക 180 ആവും. നിങ്ങൾ അത്രയും മാത്രം എഴുതിയാൽ മതി. സം ഓഫ് ദ ആംഗിൾ 180. ഇനി അതിൻ്റെ തൊട്ട് താഴെ വേറൊരു ചോദ്യം, ഇഫ് ഈ ഡിനോട്ട് ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓർ ദ ലെഫ്റ്റ് ബൈ എൽ എന്നും അതിൻ്റെ ഇടത്തേതിനെ നമ്മൾ എൽ, നിങ്ങൾ ഒരെണ്ണം വേണേ വരച്ചോ. ഈ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴേ നമ്മളിപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടാമത്തെ അല്ലേ ചോദിച്ചത്, അപ്പോൾ രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് എന്താ ചോദിച്ചത്? അതിൻ്റെ ഇടത്തെ വശം എന്താ പറഞ്ഞത്? ഇടതുവശത്തെ കോണിൻ്റെ അളവിനെ നമ്മൾ എൽ എന്നും, ഇവിടെ എൽ എന്നും പിന്നെ എന്ന അക്ഷരം കൊണ്ടും വലതുവശത്തെ കോണിൻ്റെ അളവിനെ ആർ എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചാൽ LR എന്നീ സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. എങ്ങനെ എഴുതാൻ പറ്റും? നമ്മളിപ്പോൾ പഠിച്ചത് തന്നെ കുഞ്ഞുങ്ങളെ. LR എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, L + R എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 180 ഡിഗ്രി തന്നെയാണ്. L ആറും കൂടെ കൂട്ടിയാൽ നമുക്കറിയാം എത്ര? 180 ഡിഗ്രി ആണെന്ന്. അതിന് ആരൊക്കെ പറഞ്ഞാലും അത് തന്നെയാണ് LR കേട്ടോ. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. L + R = 180 കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം L = ഇപ്പം 6 നമുക്ക് തന്നിട്ടില്ലെന്ന് വെച്ചോ, അല്ലെ L തന്നിട്ടില്ല. ഫസ്റ്റ് നമുക്ക് L തന്നെയാണ്. L നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? എങ്ങനെ എഴുതാം? ഈ 180 മുമ്പ് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ, അതാ 180 ഈ 6 അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. 180 6 കുറച്ചാൽ മതി. മനസ്സിലാക്കണേ. മുമ്പ് ഞാൻ ബോക്സ് ഇട്ട് ഫസ്റ്റ് കാണിച്ചില്ലേ അതുപോലെ. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കേണ്ടതെങ്കിലും 180 L അങ്ങ് കുറച്ചാൽ മതി. 180 L കുറച്ചാൽ മതി. ഈ ഒരു 3 എണ്ണം അറിയാമെങ്കിൽ നമുക്ക് ആ കണക്ക് എളുപ്പം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. L + R = 180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ചോദ്യത്തിൻ്റെ കാര്യമില്ല. കാരണം L R കൂടെ കൂട്ടിയാൽ അവിടെ എത്ര വരണം? 180 ഡിഗ്രി വരണം. അത്രയും മതി നിങ്ങളെ. വാരി വലിച്ച് നിങ്ങൾ അങ്ങനെ എഴുതണ്ട കേട്ടോ. മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അവിടെ L R വന്നത് നമ്മളോട് ചോദിച്ച ചോദ്യം അതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇടത്ത് വശത്തെ എല്ലും വലത്തുവശത്ത് 6 വന്നാൽ കേട്ടോ. അതാണ് നമ്മളോട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. ഇടതുവശത്തെ കോണിൻ്റെ അളവിനെ L എന്ന അക്ഷരം കൊണ്ടും വലതുവശത്തെ കോണിൻ്റെ അളവിനെ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ LR എന്നീ സംഖ്യകൾ തമ്മിലുള്ള മാറാത്ത ബന്ധം എങ്ങനെയായിരിക്കും? കണ്ട് ഇത് എഴുതിയാൽ മതി. സംശയമുണ്ടോ? ഞാൻ കണക്ക് അതിൻ്റെ കാണിക്കണോ? അതായത് നമ്മൾ ഒരു എക്സാമ്പിളാണ്. ഇതിപ്പം ഞാൻ പറയാം, ഇത് 50 കേട്ടോ. ഇതപ്പോൾ എത്രയായിരിക്കും? അപ്പോൾ ഇതിനെ ഞാൻ പിന്നെ 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം എന്തായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് ഇത് L ആണ്, ഇത് R ആണ് അല്ലേ. ഇത് എത്ര? 180 ആണെന്ന് അറിയാമല്ലോ. 180. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ? ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചത്? ഇവിടെ L തന്നിട്ടില്ല, ഉണ്ടോ? ഇല്ല. R തന്നിട്ടുണ്ട്, എത്ര? 50 ഡിഗ്രി ഇല്ലേ. പിന്നെ മെഷർ തന്നിട്ടുണ്ട്. ഏതാ? ഒരു ലീനിയർ പെയറിൻ്റെ മെഷർ നമുക്കറിയാം എത്ര? 180 ആണെന്ന് അല്ലേ. 180
80 അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും? നമ്മൾ പഠിച്ച നോക്കിയേ, മേളിൽ എഴുതിയിട്ടുണ്ട് L പ്ലസ് R കൂടെ കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി വരുന്നത്. ഇത് രണ്ടും കൂടി അല്ലേ, ഇതുകൂടെ കൂട്ടുമ്പോഴാണ് 180 വരേണ്ടത്. പക്ഷേ L നമുക്കില്ല, പക്ഷേ R ഉണ്ട് അല്ലേ, R തന്നിട്ടുണ്ട്, 180 ഉണ്ട് അല്ലേ. അപ്പോൾ L ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ വന്നത്? 180. ഇനി ഈ +50 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -50. അതറിയാമോ? ഈക്വൽ അല്ലേ, നോക്കി ഇവിടെ ഈക്വലാണ് വന്നത് അല്ലേ. ഈ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കിടക്കുകയാണ് +50 അല്ലേ. ഇതിനെ പൊക്കി നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് -50 ആവും കേട്ടോ. അപ്പം 180 L 180 50 പോയാൽ 130 ഡിഗ്രിയാണ് എവിടെ ഈ L എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി വെക്കണം, നമ്മളുടെ ചോയ്സ് അല്ലേ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഈ L 20 എന്നൊക്കെ തിരിച്ച് തന്നെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ കമൻറ്റ് പറയണ്ടേ നിങ്ങളെ. മനസ്സിലാവുന്നുണ്ട്, നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എവിടാ മനസ്സിലാവാത്തതെന്നും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് പറയാം. കമൻറ്റ് അപ്പോൾ ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ഈ പാർട്ട് 2 എടുക്കുമല്ലോ, ഇത് ഫസ്റ്റ് അല്ലേ, 2 എടുക്കുമ്പോൾ അത് ഒന്നുകൂടി പറയാം. ഇവിടെ എല്ലാവരും മൂന്നാമത് നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, ഇത് ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നോക്കി എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ഇതിലൊക്കെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നിങ്ങളെ പറയുന്നത്? എല്ലും ആറും, L തന്നിട്ടില്ല അല്ലെ R തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ R ആണെങ്കിൽ തിരിച്ച് എന്താ തന്നത് വെച്ച് ഇതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ L R എന്നീ സംഖ്യയിൽ എപ്പോഴും ഏത് 2 സംഖ്യകൾക്കിടയിലായിരിക്കും? ഈ L-ഉം R-ഉം ഇതെത്ര നിങ്ങളെ സ്ട്രെയിറ്റ് ആണ്. ഈ L-ഉം R-ഉം ഏതിൻ്റെ ഇടയിലായിരിക്കും എന്നൊരു ചോദ്യമുണ്ട് അല്ലേ. ഏതൊക്കെ ആയിരിക്കും? ഇവിടെ നമ്മൾ പൊട്രാക്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ഓർത്തോണം, ഇതൊരു പൊട്രാക്ടറാണ്. പൊട്രാക്ടർ നോക്കുമ്പോൾ നിങ്ങൾ എവിടെ മുതലായിരിക്കും നിങ്ങളൊന്ന് കാണുന്നത്? ഒന്ന് സൂക്ഷിച്ചേ. 0. പൊട്രാക്ടറിൻ്റെ ഫസ്റ്റ് 0-യിലാണ് തുടങ്ങുന്നത്. 0 to 180 അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? L-ഉം R-ഉം എന്താ എന്നീ സംഖ്യകൾ, ഞാൻ ഇച്ചിരി ഓരോ വഴിയേ എഴുതുന്നുള്ളൂ, കാരണം എന്നീ സംഖ്യകൾ L R എന്നീ സംഖ്യകൾ എന്തിൻ്റെയാ? 0-നും 180-നും ഇടയിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ എഴുതാം? ദ നമ്പേഴ്സ്, അയക്കാൻ പറ്റുന്നുണ്ടോ? ദ നമ്പേഴ്സ് L and R will be between ആയിരിക്കും എന്നല്ലേ, ബിറ്റ്വീൻ ഇടയിൽ, എന്തിൻ്റെ ഇടയിൽ? 0 and 180. 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിൽ. 0 ഡിഗ്രി വേണ്ട, 0-ക്കും 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ഈ 3 ഒക്കെയാണോ? ഇച്ചിരി നീണ്ടുപോയി അല്ലേ. ആദ്യം ഇത് പറഞ്ഞതുകൊണ്ടാവും നിങ്ങൾ ഇച്ചിരി നീണ്ടുപോയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എന്നിട്ട് പഠിക്കാം. എൻ്റെ മക്കൾ നല്ലപോലെ മനസ്സിലാക്കി. ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു വട്ടം കണ്ട് മനസ്സിലാവാൻ നമ്മൾ ആരാ ഇല്ലയോ, ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. മാത്സ് അല്ലേ കുഞ്ഞുങ്ങളെ, എപ്പോഴും നമുക്ക് മാത്സ് എന്തുവാ ഇല്ലയോ. മാത്സ് ഒക്കെ 1 2 വട്ടം 2 3 കൊള്ളാം, എത്ര വട്ടം കണ്ടിട്ടൊക്കെ ആയിരിക്കും ഞങ്ങളൊക്കെ ഈ രീതി വന്നെന്നറിയോ കേട്ടോ. അപ്പം നിങ്ങൾ നല്ലപോലെ ഒറ്റ വട്ടം കണ്ടപ്പോഴേ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഇതൊക്കെ പണ്ടച്ചപ്പോൾ ഇത് മനസ്സിലാവുന്നില്ല, ഇല്ല ഇങ്ങനെയൊക്കെ പറയുന്നതുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2-3 വട്ടമൊക്കെ നോക്കിയിട്ടും എവിടെയാണോ മനസ്സിലാവാത്തതുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ അത് പറയണേ കേട്ടോ. ഞാൻ വേണമെങ്കിൽ പാർട്ട് 2-ൽ അതൊന്നും കൂടെ പറയാം. ഇനി അതെല്ലാം നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ രീതി മുന്നോട്ട് പോകാം. എന്തായാലും കമൻറ്റ് പറയണേ. കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.